എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ് ബോൾസിൻ്റെ റെസിപ്പിയാണ്. അതിനുവേണ്ടി നന്നായിട്ട് പുഴുങ്ങിയെടുത്ത് നന്നായിട്ട് ഉണ്ണിയും ഒക്കെ കുക്കായിട്ടുള്ള മുട്ട വേണം. അതൊന്ന് ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്റർ കയ്യിലില്ലാത്തവർ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്താൽ മതി. 3 മുട്ടയും ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. അതിലേക്ക് 2 പച്ചമുളക് നന്നായിട്ട് ചോപ്പ് ചെയ്തതും, 1 ടേബിൾ സ്പൂൺ മല്ലിയില ചോപ്പ് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ പുതിനയില, കുറച്ച് കറിവേപ്പില നന്നായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്യാം. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നൈസ് പത്തിരിക്കൊക്കെ എടുക്കുന്ന അതേ പൊടിയാണ്, വറുത്ത അരിപ്പൊടിയാണ്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് ഫൈൻ ചോപ്പ് ചെയ്ത ഒരു ചെറിയ സവാളയാണ്, വലുതാണെങ്കിൽ പകുതി മതിയാവും. അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ സവാളൻ്റെ ഒരു നനവിൽ തന്നെ നമുക്ക് ഇത് ബോൾസാക്കി എടുക്കാൻ പറ്റും. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മളുടെ ബോൾസിനുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ എല്ലാം ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനുണ്ടാക്കിയ അളവിലൊരു 11 ബോൾസാണ് കിട്ടിയത്. ഓരോരുത്തരും ഉണ്ടാക്കുന്ന അളവിനനുസരിച്ച് കുറച്ചൊക്കെ മാറ്റം ഉണ്ടാവും. 3 മുട്ട കൊണ്ട് 11 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇതിന് മാറ്റി വെക്കാം. ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ഒരു 4 ബ്രെഡ് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും വേണം. അതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കോൺഫ്ലോറിന് പകരം എഗ്ഗ് വേണമെങ്കിലും എടുക്കാം. നമുക്ക് നേരത്തെ ഉരുട്ടി വെച്ച ബോൾസ് അതിലേക്ക് ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിലിട്ട് കോട്ട് ചെയ്തിട്ട് എടുക്കാം. ബ്രെഡ് ക്രംസ് എല്ലാ ഭാഗത്തും നന്നായി തന്നെ എത്തുന്ന രീതിയിൽ കോട്ട് ചെയ്ത് കൊടുക്കണം. എല്ലാ ബോൾസും ഇതേപോലെ നമുക്ക് റോൾ ചെയ്തെടുക്കാം. ഇതേപോലെ റോൾ ചെയ്ത് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തതിന് ശേഷം സമയമുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ലതാണ്. അപ്പം നമ്മൾ പൊരിക്കുമ്പോൾ ബ്രെഡ് ക്രംസ് ഇങ്ങനെ എണ്ണയിലേക്ക് വീഴില്ല. സമയമുണ്ടെങ്കിൽ എടുത്ത് വെക്കുക, അല്ലെങ്കിൽ അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അരമണിക്കൂറിന് ശേഷം ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലോ വെളിച്ചെണ്ണ ഏതാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് എടുക്കാം. ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ചൂടാവണം. ചൂടാവുന്നവരെ ഒരു ഹൈ ഫ്ലെയിമിൽ വെക്കുക. പിന്നെ ബോൾസ് ഇട്ടതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റാം. ബ്രെഡ് ക്രംസ് ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഫ്ലെയിം ശ്രദ്ധിക്കണം. ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ പതുക്കെ തട്ടി തിരിച്ചിട്ട് കൊടുത്താൽ മതി. പെട്ടെന്ന് ഇങ്ങനെ ഇതാക്കുമ്പോൾ ചിലപ്പോൾ ബോൾസ് പൊട്ടിപ്പോവും. അങ്ങനെ തിരിച്ചു മറിച്ചിട്ടൊരു നല്ലൊരു ഗോൾഡൻ ബ്രൗണിൽ നമുക്ക് കോരി മാറ്റാം. ഒട്ടും എണ്ണയൊന്നും കുടിക്കുന്നില്ലത്. നല്ല ക്രിസ്പിയുമാണ്. പുതിനയില എന്തായാലും ചേർക്കണം. അതൊരു നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് ഈ ഒരു എഗ് ബോളിന് തരുന്നുണ്ട്.
എല്ലാം ഇതേപോലെ ചെയ്തെടുക്കാം. ലാസ്റ്റ് ബാച്ചാണിത്. ടൊമാറ്റോ സോസിൻ്റെ കൂടെ നമുക്ക് സെർവ് ചെയ്യാം. നല്ല ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റിയുമാണ്. ഒക്കെ വീട്ടിലുള്ള ചേരുവകളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.